ഒരാഴ്ച മുൻപാണ് പെരിന്തൽമണ്ണയിൽ 15 വയസ്സുള്ള തേജസ് എന്ന വിദ്യാർത്ഥി വീട്ടിലെ റൂമിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈയൊരു സംഭവത്തിൽ അതീവ ഗൗരവമായ സംശയവും ആരോപണവുമായി രക്ഷിതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മരണപ്പെട്ട തേജസ് എന്ന കുട്ടി. ഈയൊരു സംഭവത്തിൽ സ്കൂളിനെതിരെയാണ് രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് സ്കൂളിനെതിരെ ഇത്തരത്തിലൊരു പ്രതിഷേധമുയരാൻ കാരണമെന്ന് നമുക്ക് രക്ഷിതാക്കളോട് ചോദിക്കാം. സ്കൂളിൽ ഒരു ജിഷ എന്ന് പറയുന്നൊരു മിസ്സും പ്രിൻസിപ്പാളും ചേർന്നിട്ട് പല പ്രാവശ്യവും അവനെ പീഡിപ്പിച്ചിട്ടുണ്ട്. ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ അവൻ്റെ പേരിൽ ആരോപിച്ചുകൊണ്ടും അതിനെ ഞങ്ങൾ ഭാര്യയും ഞാനും ചെന്ന് ടീച്ചറുടെ അടുത്ത് സംസാരിക്കുകയും അവനെ സ്കൂളിൽ നിന്ന് TC തന്ന് ഈ വർഷത്തെ ഇതും കൂടി കഴിഞ്ഞ് TC തന്ന് പറഞ്ഞേക്കാൻ ഞങ്ങൾ വേറെ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റുക എന്നുള്ള തീരുമാനമെടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാ എക്സാമും അവൻ പാസ്സായതിനു ശേഷം അവൻ്റെ ഈ ജിഷ വാര്യർ എന്ന് പറയുന്ന ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു അവൻ MSc എന്ന് പറഞ്ഞ എക്സാം ഫയലാണ്, അത് എഴുതണം. അപ്പോൾ ഞങ്ങൾ അവൻ്റെ മറ്റ് ടീച്ചർമാരുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു MSc എന്നുള്ള വിഷയം ആവശ്യമുള്ളതല്ല, അത് പ്രസൻറ്റേഷൻകാർ മാത്രം നടത്തുന്ന ഒരു എക്സാമാണ്. അത് ഇവിടെ ഈ വേറെ ഗവൺമെൻറ് സ്കൂളിലേക്കോ മറ്റു സ്കൂളിലേക്കോ പോകുകയാണെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമില്ല. ഞങ്ങളും അത് പ്രിൻസിപ്പാൾ പറയുമ്പോൾ പ്രിൻസിപ്പാൾ കട്ടൺ റൈറ്റ് ആയിട്ട് പറഞ്ഞു TC തന്ന് വിടണമെങ്കിൽ നിങ്ങൾ ഈ എക്സാം കുട്ടി എഴുതിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ തരില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഞങ്ങളത് പറയും. ടീച്ചറുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു പോകുന്നതാണ്. പിന്നെ ഈ എക്സാം നിർബന്ധപൂർവം 2-ാം തീയതി എഴുതിക്കുകയും കഴിഞ്ഞ തിങ്കളാഴ്ച എഴുതിക്കുകയും 2-ാം തീയതി റിസൾട്ട് വരും. റിസൾട്ടിൻ്റെ അന്ന് അവൻ്റെ TCയിൽ റെഡ് മാർക്ക് എഴുതും. അവനെ വേറൊരു സ്കൂളിലും പഠിപ്പിക്കാൻ അനുവദിക്കാത്ത രീതിയിലാക്കും എന്നൊക്കെ പ്രിൻസിപ്പാളും ക്ലാസ് ടീച്ചറും അവൻ്റെ അടുത്ത് പറഞ്ഞു, ഭീഷണിപ്പെടുത്തിയിരുന്നൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പം അതിൽ അവരെ ഈ ഭീഷണി പേടിച്ചുകൊണ്ട് തന്നെയാണ് അവൻ ഇത് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ് ഈ MSc എന്ന് പറഞ്ഞ എക്സാം ആവശ്യമുള്ളതല്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അതിനെ പറ്റിയൊന്നും ബേജാറാവണ്ട. പക്ഷേ ടീച്ചർ ഇങ്ങനെ റെഡ് മാർക്ക് ഇടും, എന്നൊരു സ്കൂളിലും പഠിപ്പിക്കാൻ അയക്കൂല എന്നുള്ള രീതിയിൽ അവനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ്. അതുമാത്രമല്ല, ഞങ്ങളെന്തോ വാങ്ങിക്കൊടുക്കാത്തത് കാരണം കുട്ടി സൂയിസൈഡ് ചെയ്തെടുക്കാന്നൊക്കെ അവർ പല പേരൻസിനെയും വിളിച്ചിട്ട് മറ്റ് പേരൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരതിനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞവരൊക്കെ അതിന് തിരിച്ചു പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ല, കുട്ടിക്ക് അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുമില്ല, അവൻ അങ്ങനത്തെ ഒരു കുട്ടിയല്ല, നല്ല ബോൾഡായിട്ടുള്ള കുട്ടി. അവനെ 1 മുതൽ 7 വരെ പഠിപ്പിച്ച ടീച്ചേഴ്സ് 3-4 ടീച്ചേഴ്സിന് അവനെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചിങ്ങനെ വികൃതിത്തരമുള്ള കുട്ടിയാണെങ്കിലും പഠിക്കലും ഒരു 5-ാം ക്ലാസ് 6-ാം ക്ലാസ് വരെ ക്ലാസ് ടോപ്പറൊക്കെ ആയിട്ടുള്ള കുട്ടിയാണ്. ഇപ്പോൾ ഒരു MMSൻ്റെ ഈ ഒരു വിഷയം ടീച്ചറേയും പ്രിൻസിപ്പാളെയും ഭീഷണിയാണ് എൻ്റെ കുട്ടി ഇങ്ങനെ ഒരു കടുങ്കായി ചെയ്യാനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മറ്റു കുറേ അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇവർ പറഞ്ഞിരിക്കും അത്ര സ്കൂളിലൊരു വിഷയം ഉണ്ടായിട്ടില്ല, ആര് ചോദിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ അവർ സ്കൂളുകാർ പല ടീച്ചേഴ്സോ ഓഫീസേഴ്സോ ആരൊക്കെ വിളിച്ചിട്ട് മറ്റ് രക്ഷിതാക്കളുടെ അടുത്തും കുട്ടികളുടെ അടുത്തൊക്കെ സ്കൂളിലൊരു വിഷയം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആര് ചോദിച്ചാലും അങ്ങനെ തന്നെ പറയണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു എന്നുള്ളവർ പല രക്ഷിതാക്കളും നമ്മുടെ അടുത്ത് നേരിട്ടും ഇവിടെ വന്ന് അനുശോചനം അറിയിക്കുന്നതിൻ്റെ ഒപ്പം പറയുകയും ചെയ്തിരുന്നു. പിന്നെ ഈ LKG മുതൽ 8ാം ക്ലാസ് വരെ 10 വർഷം ആ സ്കൂളിൽ പഠിച്ച കുട്ടി മരണപ്പെട്ടിട്ട് അവരുടെ സ്കൂളിൻ്റെ ഗ്രൂപ്പിലോ സ്കൂളിലത്തെ ടീച്ചേഴ്സിനെ ആരും ഈ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടില്ല. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഭയങ്കരമായ ദുരൂഹത, എന്തോ ഒരു മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. കുട്ടി ഞങ്ങൾക്ക് പറയാത്ത എന്തെങ്കിലും ഭീഷണി പോലും അവനെ ചെയ്തണോ എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. മോൻ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് വന്നിട്ട്? പരീക്ഷയിൽ ഞങ്ങൾ സ്കൂളിൽ നിന്ന് മാറണമെന്ന് വിചാരിച്ച് ടീച്ചർ ഭയങ്കരമായിട്ട് അവനെ ബുദ്ധിമുട്ടിപ്പിച്ച് 2-3 പ്രശ്നം കാരണം ഞങ്ങൾ രണ്ടാളും സ്കൂളിൽ ചെന്നിട്ട് അവനത് ചെയ്യാത്ത കുറ്റത്തിന് അവർ പിടിച്ച് നിർത്തിയിരുന്നു. എന്നിട്ട് ഞങ്ങളോട് സങ്കടം പറഞ്ഞു, ചെയ്തിട്ടില്ല പറഞ്ഞു. അന്ന് കരഞ്ഞ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു അവൻ അങ്ങനെ പറയില്ല, ചെയ്യില്ല. അപ്പോൾ ടീച്ചർ പറയുക അവൻ അതന്നെ ചെയ്തോണ്ടു എന്ന്. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും പറഞ്ഞു അവനത് ചെയ്തിട്ടില്ല എന്ന്. ടീച്ചർ പക്ഷേ വിശ്വസിക്കുന്നില്ല. ജിഷ വാര്യർ എന്ന് പറഞ്ഞ ടീച്ചറാണ് ക്ലാസ് ടീച്ചർ.
ആ ടീച്ചർ അവനത് ചെയ്തണ്ടു എന്ന് തന്നെ പറയുന്നത്. പക്ഷേ ക്ലാസ്സിലുള്ള കൂടെയുള്ള കുട്ടികൾ ഫുള്ളും അവൻ പറഞ്ഞിട്ടില്ല, അവൻ വെറുതെ ചിരിച്ചിട്ടുള്ളൂ, അതിനാണ് അവനെ പിടിച്ചു കൊണ്ടുപോയത് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് സിസ്റ്റർ കയ്യിലൊക്കെ അടിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കോംപ്രമൈസായിട്ട് പോന്നപ്പോൾ അവരെ എന്താ പറയുക, സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ ടിക്കറ്റ് ഞങ്ങൾക്ക് തന്നിരുന്നു. അതിന് വരണ്ട, സ്കൂളിലേക്ക് തന്നെ വരണ്ട, പരിപാടിയൊന്നും കാണണ്ട പറഞ്ഞു. അവൻ ഫ്രണ്ട്സോളെ കൂടെ പോയിട്ട് പരിപാടി കാണണം എന്ന് വിചാരിച്ചതാണ്. അന്ന് അവിടുത്തെ കുട്ടികളെ, ഞങ്ങളെ അനിയൻ്റെ കുട്ടികളെ 2-3 ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, അതൊന്നും കാണാൻ സമ്മതിച്ചില്ല. അവനോട് ചെല്ലണ്ട പറഞ്ഞു, അവനോട് അങ്ങോട്ട് ചെല്ലണ്ട പറഞ്ഞു. അപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ടായി ചേട്ടാ, റിസൾട്ട് വന്നിട്ട് അവനോട് തോൽപ്പിക്കും അവനേന്ന് പറഞ്ഞു. പരീക്ഷ എഴുതി ജയിച്ചിട്ടില്ലെങ്കിൽ അവനെ തോൽപ്പിക്കും, വേറെ സ്കൂളിലൊന്നും കൊണ്ടുപോയി ചേർക്കില്ല, അവൻ്റെ റെഡ് മാർക്ക് ഇടും, എന്താ പറയുക, പ്രോഗ്രസ് കാർഡിലൊക്കെ റെഡ് മാർക്ക് ഇട്ടിട്ട് ഈ വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഭയങ്കര പേടിയായി. അവൻ എങ്ങോട്ടും പോവുകയൊന്നും ചെയ്യാണ്ട് ദിവസം ഇരുന്ന് പഠിക്കന്നെ. പരീക്ഷ ടൈം ടേബിൾ വന്നപ്പോൾ രാത്രി 10-11 മണി വരെ ഇരിക്കുക, രാവിലെ നേരത്തെ എണീച്ചിട്ടൊക്കെ പഠിക്കുക, എല്ലാവരും പാസ്സാകാൻ വേണ്ടിയിട്ട് എന്നാലും അവർ TC തരുള്ളൂ പറഞ്ഞു. അതിൽ റിസൾട്ട് വന്നപ്പോൾ എല്ലാത്തിലും പാസ്സായിരുന്നു. സ്കൂളിൽ നടത്തുന്ന ഒരു വിഷയമുണ്ട്, അവർ ഈ ബൈബിളിൻ്റെ എന്തൊക്കെ പഠനമായിട്ട് MSc പറഞ്ഞൊരു സബ്ജക്റ്റ്, അതിൽ മാർക്കില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ TC കൊണ്ടുവരാൻ വേണ്ടി വേറെ സ്കൂളൊക്കെ നോക്കി വെച്ച്, ഓന് ബോയ്സ് സ്കൂളിലേക്ക് പോയാൽ മതി, അവിടെ ഏട്ടൻ്റെ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്, അപ്പോൾ അവൻ്റെ കൂടെ പോവാ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി പറഞ്ഞു. അപ്പോൾ ഞാനും മോളും കൂടി TCക്ക് ചെന്നു. അപ്പോൾ സിസ്റ്ററോട് പറഞ്ഞു TC വാങ്ങാനാണ് വരുന്നത് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഈ വിഷയം എഴുതണ്ടല്ലോ പറഞ്ഞപ്പോൾ അത് എഴുതാതെ അവർ TC തരില്ല പറഞ്ഞു. ഞങ്ങളോട് 2-ാം തീയതി കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അതിൻ്റെ 2-ാം തീയതി അല്ല, പരീക്ഷ എന്താ കുട്ടിയെ, തിങ്കളാഴ്ച. അന്ന് പരീക്ഷയാണ് ഈ MSc പറയണേ. അന്നും അതിൻ്റെ തലേ ദിവസമൊക്കെ പഠിക്കുക. ഞാൻ അതിൽ പാസ്സായാലും അവർ TC തരൂ പറഞ്ഞില്ലേ, അപ്പോൾ പഠിക്കന്നെ. എന്നിട്ട് അത് എഴുതാൻ പോയി. അത് എഴുതിയിട്ട് വന്നിട്ട് പറഞ്ഞു 25 ക്വസ്റ്റ്യൻ ഞാൻ 23 എഴുതിയുണ്ട് അമ്മ, അത്രയും മാർക്ക് കിട്ടാണ്ടാവും, അപ്പോൾ എനിക്ക് TC ഒക്കെ കിട്ടും പറഞ്ഞു. ഞങ്ങളെ കൂടെ 11 മണി വരെ കടന്നിട്ട് അവൻ്റെ റൂമിലേക്ക് പോയതേ. അവന് പ്ലാറ്റിനത്തിലെ ട്യൂഷന് ചേരുന്നൊക്കെ പറഞ്ഞതാണ്, ബോയ്സ് സ്കൂളിലേക്ക് മാറിയിട്ട്. പ്ലാറ്റിനം അതിലാണ് ട്യൂഷന് പോകണം. അപ്പോൾ സ്കൂളിൻ്റെ അടുത്തുനിന്ന് നടന്ന് പോകുമ്പോൾ അതല്ലേ സുഖം, അപ്പോൾ ഞാൻ അവിടേക്കാ സ്കൂളിൽ നിന്ന് തന്നെ അങ്ങോട്ട് ചേർന്ന ചെല്ലണമെന്നൊക്കെ പറഞ്ഞതാ. എന്തേ കാട്ടി. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ തേജസിനെ റൂമിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ്. പെരിന്തൽമണ്ണ പൂങ്ങോട്ട് വീട്ടിൽ ഹരീഷിന്റെയും ജിഷയുടെയും മകൻ തേജസ് പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. തേജസ് ആത്മഹത്യ ചെയ്തത് സ്കൂളിൽ നിന്നുള്ള പീഡനം കാരണമാണെന്നാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. ക്ലാസ് ടീച്ചർ നിരന്തരം തേജസിനെ പീഡിപ്പിക്കുകയും ചെയ്യാത്ത കാര്യങ്ങൾക്ക് വരെ ശിക്ഷിക്കുകയും ചെയ്തിരുന്നുവെന്നും രക്ഷിതാക്കൾ പറയുന്നു. തുടർന്ന് തേജസിനെ TC വാങ്ങി മറ്റൊരു സ്കൂളിൽ ചേർക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നുവെന്നും രക്ഷിതാക്കൾ പറയുന്നു. സ്കൂൾ അധികൃതർ നടത്തിയ മോറൽ സയൻസ് പരീക്ഷയിൽ ആദ്യം തേജസ് പരാജയപ്പെട്ടിരുന്നു. ഈ പരീക്ഷ ജയിച്ചാലേ TC നൽകാനാകുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നു എന്നാണ് രക്ഷിതാക്കൾ വ്യക്തമാക്കുന്നത്. മോറൽ സയൻസിൽ മാർക്ക് കുറവായതിനാൽ പരീക്ഷ എഴുതിയാലേ TC നൽകൂ എന്ന് അധ്യാപകർ വാശി പിടിച്ചു. ഇതോടെയാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നും രക്ഷിതാക്കൾ പറയുന്നു. സംഭവത്തിൽ പോലീസിന് പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് തേജസിന്റെ കുടുംബം. തേജസിന്റെ മരണം സംബന്ധിച്ച് വളരെ ആകസ്മികമായിട്ടാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്. 13 വയസ്സായ കുട്ടിയാണ്. ആ മരണത്തിൽ ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ, ചെറുപ്രായത്തിലുള്ള കുട്ടികൾ കുറച്ച് സ്മാർട്ടായി, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്മാർട്ടായിട്ടുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ അധ്യാപകർക്കുള്ള ഒരു തെറ്റായ രീതി ആണ് ഇവിടെ ഈ ആക്ഷേപങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതെന്തായാലും അനുവദിക്കാൻ പറ്റുന്നതല്ല. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് അവിടുത്തെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് വലിയ ഗുരുതരമായ രീതിയിലുള്ള തെറ്റുകളാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അത് സംബന്ധിച്ച ആക്ഷേപം ഇവരുടെ രക്ഷിതാക്കൾക്കുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി എന്തായാലും കൊടുക്കണം. പരാതി കൊടുത്ത് ബാക്കി കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കും.
എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെയും പ്രതികരിക്കുവാൻ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല. തേജസിന്റെ മരണത്തിൽ രക്ഷിതാക്കളുടെ ഇത്രത്തോളം വലിയൊരു ആരോപണമാണ് സ്കൂളിനെതിരെയും അതുപോലെ തന്നെ ക്ലാസ് ടീച്ചർക്കെതിരെയും രക്ഷിതാക്കൾ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം വളരെ വ്യക്തമായി തന്നെ മുന്നോട്ടുണ്ടാകണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. Jam June Hypermarket, exceeding expectations.